നൂറ എന്തോ വല്ലാത്ത ഉൾക്കിടിലത്തോടെയാണ് ആ സംഭവം പറഞ്ഞത്. നൂറ തുടർന്നു, എടി, അതിരറ്റ് തിരുനബിയെ സ്നേഹിച്ചാൽ, അവിടുത്തെ മദ്ഹ് പാടി പറഞ്ഞാൽ, സ്ഥിരമായി സ്വലാത്ത് ചൊല്ലിയാൽ, ആ തിരുചര്യ അതുപോലെ പിന്തുടർന്ന നമ്മൾ മരണപ്പെടുമ്പോൾ ഹബീബ് തൻ്റെ സ്വഹാബാക്കളുടെ അകമ്പടി സേവിച്ച് സ്വീകരിക്കാൻ തോന്നല്ലേ മഹാനവകൾ നമുക്ക് കാണിച്ചു തന്നത്. മഹാനെ പോലെയൊന്നും ആവാനാവില്ലെങ്കിലും അങ്ങനെ കൊതിക്കാൻ പോലും നമുക്ക് അവകാശമില്ലെങ്കിലും ഹബീബിനെ അറിഞ്ഞ് സ്നേഹിച്ച അവിടെ നമുക്ക് മുഖം കാണിക്കാതിരിക്കോ? ഇല്ലല്ലോ. കാരണം ഇത് നമ്മുടെ ഹബീബല്ലേ. ഫർസാനയുടെ തോളുചാരി കഥ പറഞ്ഞിരുന്ന നൂറയുടെ നയനങ്ങളും നിറഞ്ഞൊഴുകി. കണ്ണുനീരിൻ്റെ ചൂട് തട്ടിയപ്പോൾ ഫർസാന തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, നീ കരയുകയാണോ? ഏയ് എന്ന് പറഞ്ഞ് നൂറ കണ്ണു തുറച്ചുകൊണ്ട് എഴുന്നേറ്റു ക്ലോക്കിലേക്ക് നോക്കി. സമയം 6:30. നമുക്ക് വുളൂ ചെയ്തു വന്ന് തസ്ബീഹ് ചൊല്ലാം, നൂറ ഫർസാനയോട് പറഞ്ഞു. അവർ വുളൂ ചെയ്തു വന്നു. ഹബീബിനെ പ്രണയിച്ചവൾ. ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം, ഇടക്കെങ്കിലും കണ്ണ് നനയാതെ പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു പുസ്തകം. പ്രവാചകർ തിരുനബിയെ അതിരറ്റ് സ്നേഹിച്ച് അവിടുത്തെ ആശയാദർശങ്ങളിലൂടെ സഞ്ചരിക്കുകയും ഭൗതിക ചുറ്റുപാടുകളെ അതിജീവിക്കുകയും ചെയ്ത നൂറ എന്ന കോളേജ് വിദ്യാർത്ഥിനിയുടെ കഥ. ഫോർ ബുക്സ്, കോൺടാക്ട് ദിസ് നമ്പർ.